തിരുവോണപ്പുലരികളിലെ നോവുന്ന ഒരു ഓർമ്മയാണ് മുറം ചൂടിയ മുത്തശ്ശി. പേരറിയാത്ത ഈ മുത്തശ്ശിയോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തമായി നൂറ്റാണ്ടുകൾക്കിപ്പുറവും തിരുവോണനാളിൽ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 ഇല്ലങ്ങളിലെ കാരണവന്മാർ. തിരുവോണനാളിൽ മലയാളികളെല്ലാം വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണുമ്പോൾ ആറന്മുളയിലെ പുത്തേടത്തില്ലം, ചെറുകരയില്ലം, തെക്കേടത്ത് ഇല്ലം എന്നിവിടങ്ങളിലെ കാരണവന്മാർ പുലർച്ചെ ആറന്മുളയപ്പൻ്റെ മുന്നിലെത്തി തൊഴുത് ഇല്ലങ്ങളിലേക്ക് മടങ്ങി ഉണ്ണാവ്രതമനുഷ്ഠിക്കും. ആറന്മുളയിലെ ഉണ്ണാവ്രതത്തെപ്പറ്റി കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആറന്മുളയിലെ ജന്മിമാരായിരുന്ന കണ്ണങ്ങാട്ട് മഠത്തിൽ ഉത്രാടനാളിൽ പണിയാളർക്ക് ഓണമുണ്ണാൻ നെല്ലളക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു ഉത്രാടം നാളിൽ ഒരു സ്ത്രീ അല്പം വൈകിയെത്തുകയും ഇവർ എത്തിയത് അറിയാതിരുന്ന ഇല്ലത്തെ കാര്യസ്ഥന്മാർ കാറ്റും മഴയും കാരണം പടിപ്പുരവാതിലടച്ച് അകത്തേക്ക് കയറിപ്പോകുകയും ചെയ്തു. പടിപ്പുരയ്ക്കപ്പുറം കടക്കാൻ അനുവാദമില്ലാതിരുന്ന ആ സാധു സ്ത്രീ കുടുംബത്തിന് ഓണമുണ്ണാൻ നെല്ലിനായി മുറവും തലയിൽ ചൂടി അവിടെ കാത്തുനിന്നു. തിരുവോണനാൾ പടിപ്പുര തുറന്നപ്പോൾ ഈ സ്ത്രീ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. തുടർന്ന് ഇല്ലത്ത് പല അനർത്ഥങ്ങളുണ്ടാവുകയും പ്രായശ്ചിത്തമായി കുടുംബത്തിലെ കാരണവർ ഓണനാളിൽ ഉണ്ണാവ്രതമിരിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ദേവപ്രശ്നത്തിലെ വിധിപ്രകാരം ഇല്ലത്തിന്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ മുറം ചൂടിയ സ്ത്രീയുടെ രൂപം കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നീട് ഇല്ലം നിന്ന സ്ഥലത്ത് മഹാവിഷ്ണു ക്ഷേത്രവും നിർമ്മിച്ചു. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.